നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ നമ്മൾ ഗിവർ ആണ് ടു സം പീപ്പിൾ, വി ആർ ലൈക്ക് ഗോഡ്. പക്ഷെ അവരെ തന്നെ മാനേജ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടല്ലേ? അവരുടെ വീട്ടില് അരി മേടിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ടാണെങ്കിൽ പോലും നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ അവരുടെ പ്രൊഡക്ടിവിറ്റി എന്താ നിങ്ങൾക്ക് അറിയാം അല്ലെ? നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ അവർ വരില്ല. എന്തെങ്കിലും എമർജൻസി ഉള്ള ടൈമിൽ അവർ ലീവ് കൊടുക്കും. നമ്മൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും, പള്ളിയിൽ പോകും, എന്നിട്ടും നമുക്ക് കുറെ പണികൾ ലൈഫിൽ കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തിനോട് എന്താ പറയുക? ഞാൻ എന്തോ വരുന്നില്ലേ, എന്നിട്ടും നീ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കില്ലേ? നമ്മൾ ഇവർക്ക് ഇത്ര സപ്പോർട്ട് കൊടുത്തിട്ടും അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ റിയാക്ട് ചെയ്യാതെ, റെസ്പോണ്ട് ചെയ്യാതെ, റെസ്പോൺസിബിലിറ്റി എടുക്കാതെ, അക്കൗണ്ടബിൾ അല്ലാതെ വരുമ്പോൾ നമുക്ക് തന്നെ ചോദ്യം ചെയ്യാനായി ലൈക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ നമുക്ക് ഗീവർ ആകാതെ പറ്റില്ല, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവരെ ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ എത്രത്തോളം നമ്മൾ ശ്രമിക്കുന്നു അത്രത്തോളം അവർ റെസിസ്റ്റ് ചെയ്യും. എത്രത്തോളം വരച്ച വരയിൽ കൂടെ നടത്താൻ ശ്രമിക്കുന്നു അത്രത്തോളം അവർ ആ വരയിൽ നിന്ന് പോകാനുള്ള ചാൻസാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഗെയിമാണ്. ബിസിനസ് ഈസ് ലൈക്ക് എ ഗെയിം. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്കപ്പുറം നമ്മൾ കണ്ടിട്ടുള്ള ആ നിധി വിത്ത് ഫ്രീഡം, അതിലേക്ക് ഓടിയെത്താൻ നമ്മൾ ഇറങ്ങി. ആ ഓട്ടം അവിടം വരെ എത്തണമെങ്കിൽ വി നീഡ് പീപ്പിൾ, വി നീഡ് കസ്റ്റമേഴ്സ്, ഇതെല്ലാം വേണം. ഇതിനെ അലൈൻ ചെയ്ത് നിർത്തിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് കുതിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ എത്ര മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും നമ്മൾ തിരിച്ചവിടെ തന്നെ വരും. അതുകൊണ്ട് നമുക്ക് ടീമിനെ ബിൽഡ് ചെയ്തേ പറ്റൂ, ടീമിനെ മാനേജ് ചെയ്തേ പറ്റൂ, അവരെങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും വിത്ത് ഗിവിങ് ആറ്റിറ്റ്യൂഡ്. ഇനി ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ല. ഇതേ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റംസ് വേണം.